വർഷം 1799. സെരിങ്ങപട്ടം വീണു. ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചു. കോട്ട പിടിച്ചെടുത്ത ബ്രിട്ടീഷ് സൈന്യം അവിടുത്തെ തടവറയിൽ ഒരു മനുഷ്യനെ കണ്ടെത്തി. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹം. പേര് ധോൺജി വാഗ്. ടിപ്പു സുൽത്താനുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം തടവിലായതായിരുന്നു ഈ മറാഠ പോരാളി. സായിപ്പ് വിചാരിച്ചു ഇയാൾ തങ്ങളെ സഹായിക്കുമെന്ന്. എന്നാൽ തടവറയിൽ നിന്നും മോചിതനായ നിമിഷം അദ്ദേഹം ചെയ്തത് ബ്രിട്ടീഷുകാർക്ക് നേരെ വാളുയർത്തുകയാണ്. വെറും കൈയോടെ പുറത്തിറങ്ങിയ ധോൺജി വാഗ് മാസങ്ങൾക്കുള്ളിൽ 5000-ലധികം വരുന്ന ഒരു വൻ സൈന്യത്തെ കെട്ടിപ്പടുത്തു. കന്നഡ, മറാഠ പോരാളികൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു. താൻ ഭരിക്കുന്ന പ്രവിശ്യകളെ അദ്ദേഹം ഉഭയ ലോകാധീശ്വര, അല്ലെങ്കിൽ രണ്ട് ലോകങ്ങളുടെയും ചക്രവർത്തി എന്ന് വിളിച്ചു. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും പല കോട്ടകളും അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുത്തു. അദ്ദേഹത്തെ പിടിക്കാൻ സായിപ്പിന് മാസങ്ങളോളം ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചത്. ധോൺജി വാഗിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ചത് ആരെയാണെന്നറിയാമോ? സാക്ഷാൽ ആർഥർ വെല്ലസ്ലിയെ. പിൽക്കാലത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തി ലോകപ്രശസ്തനായ അതേ ആർഥർ വെല്ലസ്ലി. ധോൺജി വാഗിന്റെ ഗറില്ല യുദ്ധമുറകൾ ആർഥർ വെല്ലസ്ലിയെ വല്ലാതെ വലച്ചു. കാടുകളിൽ ഒളിഞ്ഞിരുന്ന് മിന്നലാക്രമണം നടത്തി അപ്രത്യക്ഷമാകുന്ന ധോൺജി വാഗിനെ ഒരു അദൃശ്യ ശത്രു എന്നാണ് ആർഥർ വെല്ലസ്ലി തന്റെ ഡയറിയിൽ വിശേഷിപ്പിച്ചത്. ഇത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, രണ്ട് മഹാനായ യുദ്ധതന്ത്രജ്ഞർ തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു. 1800 സെപ്റ്റംബർ 10 റായ്ചൂരിലെ കോണകൽ എന്ന സ്ഥലത്തുവെച്ച് ധോൺജി വാഗിന്റെ സൈന്യത്തെ ആർഥർ വെല്ലസ്ലി വളഞ്ഞു. അന്ന് നടന്നത് ഭീകരമായ പോരാട്ടമായിരുന്നു. തന്റെ പടയാളികൾക്കൊപ്പം മുൻനിരയിൽ നിന്ന് പോരാടിയ ധോൺജി വാഗ് ആ യുദ്ധക്കളത്തിൽ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ ധീരത കണ്ട് അമ്പരന്ന ആർഥർ വെല്ലസ്ലി ചെയ്തതെന്താണെന്നറിയാമോ? കൊല്ലപ്പെട്ട ധോൺജി വാഗിന്റെ ചെറിയ മകനെ ആർഥർ വെല്ലസ്ലി ദത്തെടുത്തു. അവന്റെ സംരക്ഷണത്തിനാവശ്യമായ പണം സ്വന്തം കയ്യിൽ നിന്നും നൽകി. ശത്രുവിന്റെ പോലും ആദരവ് പിടിച്ചുപറ്റിയ ഒരു യഥാർത്ഥ പോരാളിയായിരുന്നു അദ്ദേഹം. ടിപ്പു സുൽത്താനോ പഴശ്ശിരാജയ്ക്കോ ലഭിച്ച പ്രാധാന്യം ചരിത്രപുസ്തകങ്ങളിൽ ധോൺജി വാഗിന് ലഭിച്ചില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഇത്രത്തോളം ആവേശം ജ്വലിപ്പിച്ച മറ്റൊരു പോരാളി വിരളമാണ്. തടവറയിലെ ചങ്ങലകളെക്കാൾ വലുതാണ് തന്റെ മണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം തെളിയിച്ചു. കർണാടകയിലെ നാടൻ പാട്ടുകളിൽ ഇന്നും ദ ടൈഗർ ഓഫ് കർണാടക എന്നറിയപ്പെടുന്ന ധോൺജി വാഗ് ഗർജിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഇതിനു മുന്നേ ധോൺജി വാഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഒരു വെഡ്ഡിംഗ്, എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ബർത്ത്ഡേ വരുന്നുണ്ടോ? എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ ഒരു അടിപൊളി ഓൺലൈൻ ഇൻവിറ്റേഷൻ വേണം എങ്കിൽ ഉടൻ തന്നെ www.savedate.me വിസിറ്റ് ചെയ്യൂ. ഒറ്റ ക്ലിക്കിൽ ലൊക്കേഷൻ, ഫോട്ടോസ്, ഗൂഗിൾ മാപ്പ് എന്നിവ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഓൺലൈൻ ഇൻവിറ്റേഷൻ കാർഡ് ഇപ്പോൾ തികച്ചും ഫ്രീ ആണ്. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യൂ.